നമ്മുടെ രാജ്യത്ത് ആദ്യമായി ജെൻഡർ ബജറ്റിംഗ് നടപ്പിലാക്കിയത് കേരളമാണ്. ഓരോ വകുപ്പിൻ്റെയും പദ്ധതി വിഹിതത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രത്യേക തുക മാറ്റിവെക്കുന്ന രീതിയാണിത്. ഇന്ന് കേരളത്തിലെ ബജറ്റിൻ്റെ ഗണ്യമായ ഭാഗം സ്ത്രീപക്ഷ പദ്ധതികൾക്കാണ് നീക്കിവെക്കുന്നത്. നമ്മുടെ കുടുംബശ്രീ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ്. ഇന്ന് അയൽക്കൂട്ടങ്ങൾ കേവലം സമ്പാദ്യ ഗ്രൂപ്പുകളല്ല, മറിച്ച് സ്ത്രീകളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ബോധവൽക്കരണത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങൾ കൂടിയായിട്ടാണ് അയൽക്കൂട്ടങ്ങൾ മാറുന്നത്. മൈക്രോ ഫൈനാൻസിങ്ങിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് സംരംഭകരായി മാറിയിട്ടുള്ളത്. സ്ത്രീ സുരക്ഷ അത് പ്രകടന പത്രികയിലെ വാഗ്ദാനം മാത്രമായിരുന്നില്ല, മറിച്ച് സർക്കാരിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയം കൂടിയായിരുന്നു എന്നത് ഇതിനകം തന്നെ എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. പോലീസിൽ പിങ്ക് പോലീസ് സംവിധാനം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പൊതു ഇടങ്ങളിൽ ഭയമില്ലാതെ സഞ്ചരിക്കാൻ സ്ത്രീകൾക്ക് സാധ്യമാകണം. അതേപോലെ തന്നെ രാത്രികാല യാത്രകൾ നടത്തുന്ന സ്ത്രീകൾക്കായി സ്ത്രീ ലോഡ്ജുകൾ, പൊതുസ്ഥലങ്ങളിൽ സുരക്ഷിതമായ വിശ്രമ കേന്ദ്രങ്ങൾ എല്ലാം പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ സ്ത്രീ സൗഹൃദമാക്കി മാറ്റുകയുണ്ടായി. പോലീസ് സേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും വൻതോതിലാണ് വർദ്ധിപ്പിച്ചത്. തൊഴിലിടങ്ങളിലുള്ള ഇടപെടലുകൾ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. IT മേഖല, തോട്ടം മേഖല, ഇവിടങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് തുല്യവേതനവും സുരക്ഷിതമായ തൊഴിൽ സാഹചര്യവും ഉറപ്പാക്കാനുള്ള നിയമനിർമ്മാണം നമുക്ക് നടത്താനായി. രാത്രികാല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി നിശ്ചയിക്കാൻ നമുക്ക് സാധിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളടക്കം സ്ത്രീകൾക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള അവകാശങ്ങളും ഉറപ്പാക്കി.